കാലത്തിന്റെ വസന്തത്തിന് കാത്തുനിൽക്കാതെ അവൾ തെക്കേ തൊടിയിൽ ചുവന്നു തന്നെ പൂത്തു. ഞാൻ പറഞ്ഞു വരുന്നത് ചെമ്പരത്തിയെക്കുറിച്ചാണ്. ഒരു ഉദ്യാന പുഷ്പമാണ് ചെമ്പരത്തി. കുറ്റിച്ചെടിയായി വളരുന്ന ഇവയെ പലയിടത്തും ഒരു വേലിച്ചെടിയായാണ് ഇന്നും ഉപയോഗിക്കുന്നത്. ചെമ്പരത്തിയുടെ ജന്മദേശത്തിന് പല വാദങ്ങളുമുണ്ട്. ചൈനയാണെന്ന് ചിലർ പറയുമ്പോൾ ഇന്ത്യയാണെന്നും മലേഷ്യയാണെന്നും മറ്റു ചിലർ പറയുന്നു. എന്തായാലും ഇംഗ്ലീഷിൽ ഇത് ചൈന റോസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. മലേഷ്യയുടെയും ദക്ഷിണ കൊറിയയുടെയും ദേശീയപുഷ്പം കൂടിയായ ചെമ്പരത്തി ഇന്ത്യക്കും ചൈനയ്ക്കും പുറമെ ഇന്തോനേഷ്യ, നേപ്പാൾ എന്നിവിടങ്ങളിലും വളരുന്നു. പൂന്തോട്ടങ്ങളിലെ ഒരു സ്ഥിരം ചെടിയായ ചെമ്പരത്തി ഇന്ന് 300ഓളം ഇനങ്ങളുണ്ട്. പൂക്കളിലും ഇലകളിലുമാണ് ഇവയുടെ വ്യത്യാസം പ്രകടമാക്കുന്നത്. കടും പച്ച നിറമാണ് ചെമ്പരത്തിയുടെ ഇലകൾക്ക്. ചുവപ്പ്, വെള്ള, ഓറഞ്ച്, പിങ്ക് എന്നീ നിറങ്ങളിൽ ഇവയുടെ പൂക്കൾ കാണാറുമുണ്ട്. മിക്കവാറും വർഷം മുഴുവൻ പൂക്കുക എന്നതാണ് ചെമ്പരത്തിയുടെ സവിശേഷത. ചില ഔഷധങ്ങൾക്ക് വേണ്ടിയും എണ്ണകൾക്ക് വേണ്ടിയും ചെമ്പരത്തി ഇന്നും ഉപയോഗിക്കാറുണ്ട്. ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ കൊണ്ട് നിർമ്മിക്കുന്ന ഔഷധ ചായ ആരോഗ്യത്തിന് ഏറെ ഗുണമാണ്. അതുപോലെ ചെമ്പരത്തി പൂവ് ഉണക്കിപ്പൊടിച്ചു കഴിക്കുന്നത് രക്തധമനികളിലെ കൊഴുപ്പകറ്റുവാനും രോഗപ്രതിരോധ ശേഷിക്കും നല്ലതാണ്. ചിലർ അതിനെ ഭ്രാന്തിൻ്റെ ചിഹ്നമായി വ്യാഖ്യാനിക്കുമ്പോഴും അതിൻ്റെ ഉപയോഗത്തിലും ഗുണത്തിലും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് സത്യം.